ഹലോ, 3-4 ദിവസമായിട്ടോ നമ്മൾ ഷോർട്സൊക്കെ ഇട്ടിട്ട്. പിന്നെ ലോങ് വീഡിയോ ഞാൻ 2 ആഴ്ചയായി ഇട്ടിട്ട്. ലോങ് വീഡിയോ ഇടാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്സാണ് എല്ലാവർക്കും എളുപ്പം കാണാൻ. അപ്പോൾ എല്ലാവരും ഷോർട്സിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഷോർട്സ് ഇടുന്നത്. അപ്പം 4 ദിവസമായിരുന്നു പനി പിടിച്ചിട്ട്. രാവിലെ ചെറിയരി കഞ്ഞി, ഉച്ചയ്ക്ക് ചെറുപയർ കഞ്ഞി, അങ്ങനെ ഇന്നാണ് ഇപ്പോൾ ഒന്ന് നമ്മൾ ചോറുണ്ണാൻ പോകുന്നത്. അപ്പം നല്ല മുരിങ്ങേൻ്റെ ഇലയും പരിപ്പിട്ട കറിയും ചെമ്മീനായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായത്. അപ്പം നമ്മൾ വൈറൽ മീൻ റെസിപ്പി ഉണ്ടല്ലോ, അതിലൊന്ന് ചെമ്മീൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെമ്മീൻ ഇതുവരെ അതിൽ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു മസാലൻ്റെ കൂടെ ഏത് മീനും പോട്ടോ. ഈ മീനിനേക്കാളും ടേസ്റ്റ് ആ മസാലയൊക്കെയാണ്. അപ്പോൾ ഞാനിതാ നമ്മൾ സാധാ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും അതിട്ടൊന്ന് വാട്ടിയതിന് ശേഷം തക്കാളിയുടെ പ്യൂരി, ഇനി വേണമെന്നുണ്ടെങ്കിൽ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ സാധാ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്താൽ നമ്മളെ ചെമ്മീനോടെ റെഡിയാവും. അതിൻ്റെ ഇടയിൽ ഞാനിത് മുരിങ്ങേൻ്റെ ഇല തിളച്ച് വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ഒക്കെ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഒന്ന് തിളച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ മതി. പിന്നെ ഒന്ന് തളിച്ചെടുക്കുക. അപ്പോൾ ചോറ് ഇതാ ഒരു ഭാഗത്താവുന്നുണ്ട്. ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനാണ്. എല്ലാതും ഇങ്ങനെ പെട്ടെന്ന് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത് കൂടുതൽ നിൽക്കാൻ വയ്യ. എന്നാണ് ഇപ്പോൾ ഒന്ന് പനി മാറിയിട്ടൊന്ന് കുക്കിങ്ങൊക്കെ ചെയ്യാൻ ഇറങ്ങിയത് തന്നെ. അതുകൊണ്ടാണ് ഗാർഡൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ഗാർഡനിലേക്കൊക്കെ ഇറങ്ങിയിട്ട് തന്നെ 3-4 ദിവസമായി. കുറേ പണികളുണ്ട്. അപ്പം ഞാൻ വരും വീഡിയോസിലൊക്കെ അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നോക്കുക. ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി ഒരുമിച്ച് അങ്ങനെ പനി വരാറില്ല കേട്ടോ. എനിക്കാണ് എപ്പോഴും വരിക. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി ചെമ്മീൻ ഇവിടെ സെറ്റായി. ഇതിൻ്റെ മസാല കൂട്ടി കഴിക്കണം കേട്ടോ. അതായത് ചെമ്മീനും ചോറും കൂടി ഇങ്ങനെ നിരടി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മളിവിടെ പയറുപ്പേരിയും കൂടി ആക്കിയിട്ടുണ്ട്. ഇതാ ഞങ്ങളിനി ചോറുണ്ണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ദിവസം ഒരു 4 ദിവസമൊക്കെ ചോറ് തിന്നാതെ ഇരുന്നപ്പോൾ ചോറ് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പം ഇനിയിപ്പോൾ എത്ര കറി ഉണ്ടെങ്കിലും എൻ്റെ ചോറ് ഞാൻ ഇത്ര തന്നെ കഴിക്കുള്ളൂ കേട്ടോ. അത് കൂടുതലൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പം എനിക്കിത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.